السلام عليكم ورحمة الله. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. قال النبي صلى الله عليه وسلم إن ربكم حي كريم يستحي من عبده إذا رفع يديه إليه أن يردها صفرا. رسول الله صلى الله عليه وسلم പറഞ്ഞു, നിശ്ചയമായിട്ടും അല്ലാഹു തആല ലജ്ജിക്കുന്നവനാണ്, കരീമുൻ ഉദാരനാണ്. എന്തുകൊണ്ടെന്നാൽ യസ്തഹീ മിൻ അബ്ദിഹി, തന്റെ അടിമ അവനിലേക്ക് അള്ളാഹുവിലേക്ക് ഇരു കരങ്ങളും നീട്ടി ദുആ ചെയ്ത് കഴിയുമ്പോൾ ആ കൈകളെ വെറും കൈയായി നിരാശയോടുകൂടി മടക്കി അയക്കുന്നതിൽ നിന്നും അള്ളാഹു താല ലജ്ജിക്കുന്നു, അള്ളാഹു നാണിക്കുന്നു. ഇവിടെ അള്ളാഹുവിന്റെ ലജ്ജ എന്ന വിഷയം അള്ളാഹുവിന്റെ വസ്ഫിനനുസരിച്ചുള്ള രൂപത്തിലാണ്, മനുഷ്യർ എന്ന നിലയിലുള്ള അല്ലെങ്കിൽ സൃഷ്ടികളുടെ രൂപത്തിലല്ല. അത് അള്ളാഹു അലം. അതേപോലെ രണ്ടാമത്തെ വിഷയം, അള്ളാഹു തആല മനുഷ്യർ അല്ലെങ്കിൽ ജീവജാലങ്ങൾ ഒന്നും ചോദിക്കാതെ തന്നെ, മഖ്ലൂക്കൾ ആവശ്യപ്പെടാതെ തന്നെ നൽകുന്നവനാണ് അള്ളാഹു തആല. ഉദാരനാണ്, ചോദിക്കാതെ തന്നെ കൊടുക്കുന്നവനാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹു താല ഉറപ്പായും അവർക്ക് നൽകിയിരിക്കും. ഒരിക്കലും വെറും കൈയോടുകൂടി അള്ളാഹു താല മടക്കുകയില്ല. ഈ ദുആഇന് വലിയൊരു പ്രത്യേകതയുണ്ട്. അത് പ്രത്യേകിച്ചും നമ്മുടെ പരീക്ഷണ ഘട്ടങ്ങൾ കടന്നു വരുമ്പോൾ വല്ലാണ്ട് നമ്മൾ അള്ളാഹുമായി അടുക്കാൻ പറ്റിയ ഏറ്റവും പറ്റിയ ഇബാദത്താണ്. കാരണം ദുആഇനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന എന്നത് അത് ആരാധനയാണ് എന്നാണ്. ഏറ്റവും വലിയ ഇബാദത്തും കൂടിയായി നമ്മൾ പ്രാർത്ഥനയെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം റബ്ബിനോട് തനിക്കൊരു ആവശ്യം പറയുമ്പോൾ എന്റെ ആവശ്യങ്ങൾ കേൾക്കാൻ എനിക്കൊരു റബ്ബുണ്ട് എന്ന വിശ്വാസം അടിയുറച്ചുണ്ടാവുകയും ആ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ അവൻ മതിയായവനാണ് എന്നുള്ള തികഞ്ഞ ബോധവും ഒരു പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന്റെ ഉള്ളിലുണ്ടാകും. അങ്ങനെയായിരിക്കണം പ്രാർത്ഥനയും. എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ എന്റെ റബ്ബ് എനിക്ക് മതിയായവനാണ്, അവന് സാധിക്കുന്നതാണ് എന്ന തികഞ്ഞ ബോധത്തോടെയും അത് തനിക്ക് ആവശ്യമുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയും അള്ളാഹുവിനോട് നാം ചോദിച്ചാൽ അള്ളാഹു താല നമ്മളെ വെറും കൈയോടുകൂടി ഒരിക്കലും മടക്കുകയില്ല. മാത്രവുമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നബിയോട് പറയാൻ ആവശ്യപ്പെടുന്നുണ്ട്, ഖുൽ മാ യഅ്ബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. എന്റെ രക്ഷിതാവ് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഇല്ല എങ്കിൽ എന്ത് പരിഗണന നിങ്ങൾക്ക് നൽകാനാണ്? നിങ്ങൾ ദുആ ചെയ്യുന്നത് നിങ്ങൾ പരിഗണിക്കപ്പെടാൻ ഒരു കാരണമാണ്. പ്രത്യേകിച്ചും നമ്മുടെ ജീവിതത്തിലെ ചില പ്രതിസന്ധി സന്നിഗ്ധ ഘട്ടങ്ങളിൽ വരുമ്പോൾ നമ്മൾ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും അള്ളാഹുവുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ, ആ ഒരു കണക്ടിവിറ്റി വല്ലാണ്ട് നമ്മളെ പടച്ചവനിലേക്ക് അടുപ്പിക്കും. അത് ഏറ്റവും നന്നായി. അപ്പൊ പരീക്ഷണങ്ങൾ കടന്നു വന്നുകൊണ്ടേയിരിക്കുമ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിയുടെ ഉള്ളിൽ അള്ളാഹുവുമായിട്ടുള്ള ഒരു ബന്ധം ഏറ്റവും ദൃഢമാകാനുള്ള അവസരവും കൂടിയായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പരീക്ഷണങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥനയെ കാണുകയും അതേപോലെ തന്നെ എന്റെ ഉടമസ്ഥനായ റബ്ബിനോടാണ് ഞാൻ ചോദിക്കുന്നുള്ള ബോധ്യവും നമുക്കുണ്ടാകണം. പക്ഷെ നമുക്കറിയാം, ഇന്ന് പുതിയ കാലഘട്ടത്തിൽ മാറിയ സാഹചര്യങ്ങളും മാത്രമല്ല, പണ്ട് മുതലേ ചില ആളുകളുടെ വിശ്വാസവും രീതിയും ഒക്കെ എന്ന് പറഞ്ഞാൽ അള്ളാഹു തആലയെ ഏറ്റവും അകറ്റി നിർത്താനും അള്ളാഹു വിദൂരത്താണ്, അതിന്റെ ഇടയിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന എന്തെങ്കിലുമൊക്കെ വഴികൾ ആവശ്യമാണ്, വസീലകൾ ആവശ്യമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ വേണം എന്ന രൂപത്തിലേക്ക് ചിന്തിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു തആല നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹ് തന്നെ നബിയോട് പറഞ്ഞത് ഏറ്റവും സമീപസ്ഥനാണ് എന്നാണ്. അപ്പോ അങ്ങനെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് കൂടുതലായി റബ്ബിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹു താല നമുക്ക് ഉത്തരം നൽകിക്കൊണ്ടിരിക്കും. മാത്രവുമല്ല, അതൊരു ഇബാദത്താവുകയും പാരത്രിക ലോകത്ത് ചെല്ലുന്ന സമയത്ത് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നമ്മൾ ഇവിടെ വെച്ച് നമുക്കത് ചിലപ്പോൾ അള്ളാഹു താല തന്നുകൊള്ളണമെന്നില്ല. ഇപ്പൊ ദുനിയാവിലൊരു വിഷയം നമുക്ക് പറ്റിയില്ലെങ്കിൽ അള്ളാഹു തരൂല. അള്ളാഹു യുക്തിമാനാണ്.
അതേപോലെ തന്നെ അള്ളാഹു നമുക്ക് പറ്റിയത് മാത്രം നമുക്ക് തരുമ്പോൾ അതിൽ തൃപ്തിപ്പെടാനും നമുക്കാവണം. ഒരു വിഷയത്തിൽ ഏതാണ് നന്മ തിന്നുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷെ അങ്ങനെ കിട്ടാതെ പോയിട്ടുള്ള, ദുനിയാവിൽ നൽകപ്പെടാതെ പൂർത്തീകരിക്കപ്പെടാതെ പോയ പ്രാർത്ഥന പാരത്രിക ലോകത്ത് അള്ളാഹു താല വലിയ പ്രതിഫലമായി നൽകപ്പെടുമ്പോ ഒരു വിശ്വാസി അവന്റെ മനസ്സിൽ ഓർക്കുമത്രേ, അതായത് എന്റെ പ്രാർത്ഥനകൾ ദുനിയാവിൽ വെച്ച് എല്ലാം സ്വീകരിച്ച് അതിന്റെ ഉത്തരം എനിക്ക് അപ്പൊ തന്നെ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ നന്നായിരുന്നേനെ എന്ന് ആ മനുഷ്യൻ വിചാരിക്കുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു എഫക്റ്റ്, പ്രാർത്ഥന എല്ലാം സ്വീകരിക്കപ്പെടും. വിശ്വാസി ചെയ്യുന്ന ഓരോ പ്രാർത്ഥനയും, അവൻ തെറ്റിന് വേണ്ടിയിട്ടും കുടുംബബന്ധം മുറിച്ചുകൊണ്ടുമുള്ള പ്രാർത്ഥന ഒഴിച്ചു ബാക്കിയെല്ലാം അള്ളാഹു തആല സ്വീകരിക്കും. ആ സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥന എഫക്റ്റിൽ വരിക ചിലപ്പോൾ ഉടനെ തന്നെ, ചിലപ്പോൾ താമസിച്ച്, അല്ലെങ്കിൽ ആ ഒരു കാര്യമായിരിക്കില്ല, മറ്റൊരു തിന്മ മാറിക്കൊണ്ടോ മറ്റോ ആയിരിക്കും, പിന്നെ മറ്റൊന്ന് പരലോകത്തായിരിക്കും. എന്തായാലും അള്ളാഹുമായിട്ടുള്ള ഏറ്റവും അടുക്കാൻ പറ്റിയൊരു വഴി ചോദിച്ച് കെഞ്ചി ചോദിക്കാൻ നമുക്ക് എന്റെ റബ്ബുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി അള്ളാഹുവിനോട് ചോദിക്കാനാവണം. നമ്മുടെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ചോദിക്കാൻ നമുക്ക് സാധ്യമാവണം. നമ്മുടെ കുട്ടികളെയും, നമ്മുടെ റബ്ബ് നമ്മുടെ ഏറ്റവും അടുത്തുള്ളവനാണ്, അവനോട് നിങ്ങൾ ചോദിച്ചോളൂ, അവൻ തരും, ഉറപ്പാണ് എന്ന ആ ഒരു യഖീൻ നമ്മുടെ മക്കളിലേക്ക് നമ്മൾ കൊടുക്കാനും നാം തയ്യാറാവുകയാണെങ്കിൽ പതറി നിൽക്കുന്ന സമയത്തും അവർക്കൊരു വലിയ രക്ഷാ അവലംബം, അത് റബ്ബുണ്ട് എന്നുള്ള ബോധ്യം അവർക്കുണ്ടാകും. അവർക്ക് അള്ളാഹുലേക്ക് അടുക്കാനുള്ള അവസരങ്ങൾ അള്ളാഹു താല നൽകും. അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബിനെ മനസ്സിലാക്കുകയും അതേപോലെ അള്ളാഹുവിനോട് കൂടുതലായി അടുക്കാൻ ദുആകളിലൂടെ സാധ്യമാവും വിധം ചെയ്യാൻ സാധിക്കുകയും ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.